വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ പുറത്തോട്ടൊക്കെ ഒന്ന് പോയിട്ടരാന്ന് വിചാരിക്കുന്നു. വെറുതെ വീട്ടിൽ ഇരുന്ന് ബോറടിക്കുന്നു. അപ്പം എൻ്റെ അനിയൻ പറഞ്ഞു നമുക്കൊന്ന് പുറത്തോട്ട് വരാം. അപ്പോൾ ഓക്കെ, അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് വരുന്നത്. അപ്പം വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മൾ വണ്ടിയിലിരുന്ന് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണേ. എൻ്റെ വീട് പത്തനംതിട്ടയാണ്. ഇവിടെ അടുത്ത് പന്തളത്ത് മാവരപ്പാറ എന്ന് പറഞ്ഞൊരു പാറവടയുണ്ട്, അങ്ങോട്ട് പോകുന്നട്ടോ വിചാരിക്കുന്നത്. അടുത്തൊക്കെ ആണെങ്കിലും ഞാൻ ഇതുവരെ ഇവിടെ പോയിട്ടില്ല കേട്ടോ. ഈ മുന്നിൽ പോകുന്നവനും പിന്നെ കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു സ്ഥലത്തിൻ്റെ കാര്യം, പക്ഷേ ഇതുവരെ പോയിട്ടില്ല. നമുക്കിന്ന് പോയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കഷ്ടപ്പെട്ട് കല്ലും മുള്ളും നിറഞ്ഞ ഈ വഴികളിലൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ചുമ്മാ അറിഞ്ഞ കല്ലും മുള്ളൊന്നും ഇല്ല. അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ ഉള്ളൊരു ഫീൽ ഉണ്ടല്ലോ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. ഇത്രയും അടുത്ത് കിടന്നിട്ട് ഞാൻ എന്തേ ഇങ്ങോട്ട് നേരത്തെ വരാഞ്ഞത്, എനിക്ക് നല്ല ഇഷ്ടമായില്ല. ആ കാണുന്ന വലിയ പാറയുണ്ടല്ലോ, അതിൻ്റെ മുകളിലാട്ടോ നമുക്ക് കയറണ്ടേ. ഈ വീഡിയോ കാണുന്നതിനെക്കാട്ടും നല്ല ഉയരത്തിൽ ആ പാറ നിൽക്കുന്നത്. പിന്നെ അത് കണ്ടതിൻ്റെ സന്തോഷമാണ് ഈ മോന്തയിൽ ഇപ്പോൾ കാണുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് വന്നപ്പോൾ ദേ കുളത്തിൽ കുറേ പിള്ളേരിന്ന് കുളിക്കുന്ന കേസ്. കുളിച്ചതിനൊക്കെ പിന്നെ ഒത്തിരി നേരം നോക്കി നിൽക്കുന്ന മോശമല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് നടന്ന് നേരെ പാറയുടെ മണ്ടയ്ക്ക് കയറാൻ പോകണേ. സ്വർഗത്തിലേക്കുള്ള വഴി കല്ലും മുള്ളും നിറഞ്ഞാണെന്ന് കേട്ടിട്ടില്ലേ? അല്ല, അതാണ് ഇത്. ഈ ഞാൻ തന്നെയാണ് കയറി വരുന്നത്. വീടിൻ്റെ മുറ്റത്തെ കയ്യാലും താഴ്ന്നു നോക്കിയാൽ തല ഇറങ്ങുന്ന ഞാനാന്നേ. പിന്നെ വെള്ളത്തിലോട്ടിട്ട് നോക്കാതെ ആ പാറയെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താണ് ഞാൻ ഈ കയറി വരുന്നത്. പിന്നെ എൻ്റെ ഷൂ ഒക്കെ ഊരി ഞാൻ ആ കുറ്റിക്കട്ടി പത്ത് വെച്ചിട്ടുണ്ട്. പേടിച്ചിട്ടൊന്നുമല്ല കേട്ടോ, ആചാരമാണ്, എല്ലാവരും ചെയ്യണം ഇതുപോലെ. മേളിൽ കയറി വന്നു കഴിഞ്ഞപ്പോൾ എന്തോ കീഴടക്കിയ പോലെയായിരുന്നു. പിന്നെ ഇതാട്ടോ മേളിൽ നിന്ന് കാണുന്നൊരു വ്യൂ, അടിപൊളിയാണ്, സൂപ്പറാണ്, എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷെ ഒന്നുകൂടെ പറയണമല്ലോ, ഭയങ്കര ഡേഞ്ചറാട്ടോ. ആ സൈഡിലൊക്കെ പോയി ഒന്നൊന്ന് കാല് തന്നെയാൽ മതി, താഴെ പോവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നല്ലപോലെ സൂക്ഷിക്കണം. ഇതിന് തൊട്ട് താഴെ വീടുകളൊക്കെ ഉണ്ട്. 1 2 പിന്നെ ഒരു മീൻകുളം കാണുന്നുണ്ടോ, മീൻ വളർത്തുന്നതായിരിക്കും. പിന്നെ മീൻകുളത്തിൽ മീനെ അല്ലാതെ ഡൈനോസറിനെ വളർത്താൻ പറ്റുമോ? അതിനെട്ടോളാം ഞാൻ മാത്രം മതി. പിന്നെ കാണുന്ന മൊത്തം പാടമാണ്, മഴവെള്ളം കയറി ഇങ്ങനെ കിടക്കുന്നതാണ്. നമ്മൾ മഴ സമയത്താണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ ഈ വെള്ളത്തിൻ്റെ കളർ കണ്ടോ ഗൈസ്, സൂപ്പർ അല്ലേ? പാറ പൊട്ടിച്ച് സ്വിമ്മിംഗ് പൂൾ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെയാണ് കണ്ടിട്ട് തോന്നുന്നത്. അവിടെ നിന്നപ്പോൾ പേടിയൊന്നും തോന്നിയില്ലെങ്കിൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഇത്രയും പൊക്കത്താണല്ലോ കയറി നിന്നെ നോക്കുമ്പോൾ ഒരു പേടിയുണ്ട്. ഇവിടെ എൻ്റെ അനിയൻ ഇപ്പോൾ ഉണ്ട്. ഞങ്ങൾ വാങ്ങിച്ച ലേസൊക്കെ കേട്ടോ അപ്പുറത്തെ കവറിലിരുന്നത്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിഞ്ഞും തിരിഞ്ഞും കാണിക്കാം, എൻ്റെ ഒരു വീഡിയോ എടുത്ത് ഇടാന്ന് പറഞ്ഞപ്പോൾ അവൻ എടുത്ത് തന്നെയാണ് ഈ വീഡിയോ. നല്ല അസാധി കാറ്റാണ് വീശുന്നത്. ഞങ്ങൾ ലേസൊക്കെ ഇങ്ങനെ വായുവിൽ പറന്നു പോകുന്നത് കാണണമായിരുന്നു. ഈ കാണുന്ന താഴെ നിന്നുള്ള വ്യൂ ആണ്. നമ്മൾ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ താഴെ കുളമൊക്കെ കണ്ടില്ലേ, അതിൻ്റെ കരയാണ് ഇത്. ഗൈസ് ഒരു വെള്ളച്ചാട്ടം. ഇത്രയും വെള്ളം ഇതിനകത്ത് ഉള്ളത് പോരാഞ്ഞിട്ട് അവർ പുറത്തുനിന്നും കൂടെ വെള്ളം വരുത്തുക. എന്ത് ചെയ്യാൻ കലികാലം, ഇതെല്ലാം കാണണം നമ്മൾ. രാത്രിയിലെ തണുപ്പത്തിരുന്ന് വോയിസ് ഓവർ എടുക്കുന്നതുകൊണ്ട് വോയിസിന് നല്ല പ്രശ്നമുണ്ട്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. കാണുന്ന പാറയുടെ മണ്ടയ്ക്കാണ് നമ്മൾ മുമ്പ് നിന്നത്. അവിടെ ഇപ്പം 1-2 പേര് നിൽക്കുന്ന കണ്ടില്ലേ, അതുപോലെ നമ്മളവിടെ നിന്ന് കേട്ടോ. നമ്മൾ ലേസും ബട്ടറും എല്ലാം വാങ്ങിച്ചുകൊണ്ടാണ് വന്നേ. അപ്പോൾ അതൊക്കെ അവിടെയൊക്കെ നിന്ന് തിന്നിട്ട് നമ്മളിപ്പോൾ തിരിച്ചു പോവാണേ. തിരിച്ച് നമ്മൾ നേരെ പോകുന്നത് ഈ പന്തളത്ത് തന്നെ കരിങ്ങാലിപ്പുഞ്ച എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇവിടെ നല്ല പ്രകൃതി സ്നേഹികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന അടിപൊളി സ്ഥലമാണ്. പച്ചപ്പും പരിതാപമൊക്കെ അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ സ്ഥലമാണ്. ഇവിടെ ഫുള്ള് പാടമായിരുന്നു. വൈകിട്ട് സൺസെറ്റൊക്കെ അടിപൊളിയാണെന്നാണ് പറയുന്നത്. ഞാൻ വന്നിട്ടില്ല. ഇപ്പം മഴ സമയമായിട്ട് അതും ഇതുപോലെ ആറുപോലെയായി വെള്ളം കയറിയിട്ട് കേട്ടോ. എന്നാലും സാരമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഇനി എപ്പോഴാണേലും വരാലോ. അധികം ആളൊന്നും ഉണ്ടാവത്തില്ലെന്ന് വെച്ചിട്ടൊക്കെ ആട്ടോ വന്നത്. പക്ഷേ ഐസ്ക്രീം വണ്ടി വരെ ഉണ്ടായിരുന്നു, ഒത്തിരി ആളും ഉണ്ടായിരുന്നു. പിന്നെ നല്ലൊരു സ്പോട്ട് കാണുമ്പോൾ ഇങ്ങനെ നടന്നുള്ള വീഡിയോ മസ്റ്റാണ്. നല്ല ഭയങ്കരമായ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. കാറ്റിൻ്റെ ഇടയിലൂടെ ഞാൻ സാധനം കണ്ടുപിടിച്ച് കേസ്. എന്തോ ഒരു ചുമന്ന കായ, എന്തുവാണോ എന്തോ, നേരത്തെ കണ്ടിട്ടുണ്ട് പക്ഷെ അതെന്തോന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ ദേ കിടക്കുന്നു കുറേ പഴുത്ത കോവയ്ക്ക, എന്തോ കാറ്റിലെന്തോ വീണയാണ്. അതുപോലെ സ്ട്രോബെറി എന്തെങ്കിലും ആയിരുന്നെങ്കിലും ഞാൻ നശിച്ചു പോയി. നിങ്ങളൊരു കാര്യം പറഞ്ഞ് വിശ്വസിക്കുകയോ ഗൈസ്, ഞാൻ ഇതുവരെ സ്ട്രോബെറി കഴിച്ചിട്ടില്ല. അതായിരിക്കും ഇങ്ങനെയൊക്കെ തോന്നുന്നത്. എല്ലാം കാണിക്കുന്നുണ്ട്, എന്തോ പറഞ്ഞാലും അതുപോലെ അങ്ങ് ചെയ്തേക്കണം. അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളത് ഫുഡ് കഴിക്കാൻ കയറിയേ. ഇതില്ലാതെ എന്ത്, എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ വിശന്നില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കുന്നത് അത് വേറൊരു സുഖം. പിന്നെ ഞാൻ നേരെ വീട്ടിൽ വന്ന് എൻ്റെ ചുണ്ടനെ എടുത്തൊന്ന് കളിപ്പിച്ച് പുള്ളിക്ക്. പിന്നെ ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത് വരെ ഒരു സമാധാനമില്ല. എന്നിട്ട് അടുക്കളയിൽ പോയി ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ച് അപ്പോഴേക്കും മഴയൊക്കെ പെയ്തേ. മഴ പെയ്ത് നോക്കാൻ ഇറങ്ങിയപ്പോഴേക്കും എൻ്റെ ഒരു ഓമയ്ക്ക കിളികുത്തി തിന്ന് വെച്ചിരിക്കുന്നു. സാരില്ല, അവരും കഴിക്കട്ടെ. അങ്ങനെ സന്ധ്യാസമയം, സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇത് ഇപ്പോഴൊന്നും എടുത്ത വീഡിയോ അല്ല, നേരത്തെ എപ്പോഴും എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ദിവസം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.